വക്കീല് വരുന്ന എന്തിനും ആയിക്കോട്ടെ, അതല്ല ഏറ്റവും വലിയ പ്രശ്നം. അവർക്ക് സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കണം. അമ്മയെ എന്നെയാണ് സംശയെങ്കിൽ അവരാ സംശയത്തിന്റെ കണ്ണുകൊണ്ടേ ഇനി അങ്ങോട്ട് നമ്മളെ നോക്കൂ. ആദ്യം കേട്ടപ്പോ എനിക്ക് ഇതത്ര സീരിയസ് ആയിട്ട് തോന്നിയില്ല. പതുക്കെ പതുക്കെ ആലോചിച്ചപ്പോഴാ അതിന്റെ ആ ഗൗരവം മനസ്സിലായത്. വല്യമ്മാവനും രാജുവിനും വല്ല ഡൗട്ടും അടിച്ചിട്ടുണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ. രാജുവിന് എന്തെങ്കിലും സംശയം തോന്നിയാൽ അവനതിന്റെ പുറകെ വരും. ഒടുവിൽ അവനത് വല്യമ്മാനോട് പറയുകയും ചെയ്യും. അമ്മേ, അവരെത്തി. സൂര്യമംഗലത്ത് നിന്നുള്ള വരവ. അവൾക്ക് അവന് എന്തെങ്കിലും ഡൗട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോ അറിയാം. അതെ, ബുദ്ധിപൂർവം അത് ചോദിച്ച് മനസ്സിലാക്കണം. ആ മാഡം. രാജു ഓഫീസിൽ എത്തിയില്ലല്ലോ? ഇല്ല, പറഞ്ഞു. നമ്മൾ സംശയിച്ചതുപോലെ അമ്മായി എന്റെ അമ്മയെ കുറിച്ച് ചോദിച്ചു. ചോദിച്ചല്ലേ? എന്താ ചോദിച്ചേ? തറവാട്ടിൽ ചെന്നപ്പോ അവിടെയുള്ള ആരെങ്കിലും അമ്മയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു? അത് ശരി. ആ വിവരം അറിയാനും മാത്രം ഇവർക്കെന്താ ഇത്ര ആങ്സൈറ്റി? അതാ ഞാനും ആലോചിക്കുന്നത്. അവരിത്രയ്ക്കും കാര്യമായിട്ട് ഇത് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിലെന്തോ ഒരു പ്രധാനപ്പെട്ട റോളുണ്ട്. എന്ത് റോള്? അംബിക മാഡത്തിന്റെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോ വർമ്മ സാറിനെയും പത്മാവതി മാഡത്തെയും അകറ്റാൻ ഇവർ ഒത്തിരി പണിയെടുത്ത് കാണും. എല്ലായിടത്തെയും പോലെ വർമ്മ സാറിന്റെ ഫാമിലി ലൈഫിലും ഇവര് തന്നെയാ വില്ലെത്തി. അതിലെ നോ ഡൗട്ട്. അതൊക്കെ വ്യക്തമായിട്ട് അറിയണമെങ്കിൽ അമ്മയെ കണ്ടെത്തിയാലല്ലേ പറ്റൂ. മാഡത്തിന്റെ അമ്മയെ എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അല്ല, അമ്മമ്മ എന്തെടുക്കുവാ? കണ്ടില്ല, തിരക്കിലാണെന്ന് തോന്നുന്നു. ആ ശരി, ഓക്കെ മാഡം. ഞാൻ ഓഫീസിൽ നിന്ന് തിരികെ വരുന്ന വഴിക്ക് മാഡത്തിനെയും കൂട്ടി നമുക്ക് ഒരുമിച്ച് പോവാം. ശരി രാജു. ഇതൊന്ന് കോടതിയാ? എടാ, ഇതവിടെ വയ്ക്കാൻ. ആദരാഞ്ജലികളെന്ന് കൂടെ എഴുതി വെക്കാം. എന്താടാ പറഞ്ഞേ? അല്ല, ഈ രാജരാജേശ്വരി വർമ്മ ഈ ഓഫീസിന്റെ ഐശ്വര്യം എഴുതി വെക്കാന്നാ ഞാൻ പറഞ്ഞത്. മര്യാദക്ക് നിന്നോളണം. എനിക്കെട്ടെങ്ങാനും പാര വച്ച പണി ഞാൻ സേമിയ പായസത്തിൽ തരും. അവൻ പെറ്റതല്ലേ താരാട്ട് പാടാൻ പഠിപ്പിക്കുന്നു. പോയി ചായ വടയെ മാച്ചോണ്ട് വാടാ, ഉള്ളിവട. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇങ്ങനൊരു തട്ടിപ്പ് പരിപാടി കിട്ടിയത് എനിക്ക്. അത് വളരെ കഷ്ടപ്പെട്ട് വർക്കൗട്ട് ആക്കിയത് ഞാൻ. വിത്ത് വിതച്ച് കതിരി വിളഞ്ഞപ്പോ അത് കൊയ്യാൻ കയറി വന്നാലുണ്ടല്ലോ. കൊയ്യുവാടാ, ഞാൻ തന്നെ കൊയ്യും. നീ കൂടുതൽ വിളഞ്ഞാൽ നീ നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ കള്ളത്തരങ്ങളും ഞാൻ രാജുവിനോടും വർമ്മ സാറിനോടും പറയും. എടാ, നീ മന്ത്രിയെയും സർക്കാരിനെയും വെട്ടിച്ചോണ്ടിരിക്കുന്ന കാര്യം അങ്ങനെ വെളിയിൽ വരും. പത്രക്കാര് നിന്നെ എടുത്തിട്ട് ക്രിക്കറ്റ് കളിക്കും. നിന്നെ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. അമ്മയല്ല, രാജരാജേശ്വരി വർമ്മ. എന്നെ തമ്പുരാട്ടി എന്ന് വിളിക്കടാ. ദൈവമേ, എന്തൊക്കെയാ കാണേണ്ടി വരുന്നത്? മര്യാദയ്ക്ക് ഇവിടെ നിന്നില്ലെങ്കിൽ നിന്നെ ഞാൻ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകും. ഞാൻ വരദരാജ മുതലിയാരുടെ വീട്ടിലേക്കും പോകും. മര്യാദയ്ക്ക് നിന്നോളണം. അവന്മാര് വരുന്നുണ്ട്.
മാഡം വിളിപ്പിച്ചത് ചില കാര്യങ്ങളിൽ ചില വ്യക്തത വേണമെന്ന് തോന്നി. ഈ ജയചന്ദ്ര വർമ്മ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. അല്ല, ജയചന്ദ്ര വർമ്മ വളരെ സത്യസന്ധനാണ്. പക്ഷേ കാശിന്റെ കാര്യമാണല്ലോ. കാശ് കൂടുതൽ വന്നു കഴിയുമ്പം ചിലർക്ക് അഞ്ചാം പനി വരും. മാഡത്തിന് എന്താ അറിയേണ്ടത്? എഗ്രിമെന്റിലെ നിങ്ങൾ എത്ര ശതമാനം കമ്മീഷനാ കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്നത്? അത് 37%. അതായത് 1,00,000 രൂപയുടെ ബിസിനസ് നടക്കുമ്പം 37,000 രൂപ കമ്മീഷൻ. അതെ. അല്ല, എത്ര രൂപയുടെ ഇടപാടാ നടത്തുന്നത്? കോടിക്കണക്കിന് രൂപയുടെ ഇടപാടല്ലേ നടക്കുന്നത്. അതിനനുസരിച്ചുള്ള കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ ഓക്കെ, ഇതറിയാനാ ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. അതായത് എനിക്ക് അവനെയും കണക്ക് ബോധിപ്പിക്കണമല്ലോ. പ്രതാപനെ, അവനല്ലേ മന്ത്രി, അവനും ഞാനും കൂടെ രഹസ്യമായി നടത്തുന്ന ഒരു ഇടപാടല്ലേ ഇത്? ഇത് എന്റെ അക്കൗണ്ട് നമ്പരാ. ഇന്ന് മുതൽ കമ്മീഷൻ അയക്കുമ്പോ ഇതിലേക്ക് അയക്കണം. ശരി മാഡം. ഈ വർമ്മയുടെ പേരിൽ അയക്കണ്ട. മനസ്സിലായല്ലോ? മനസ്സിലായി മാഡം.